ഇപ്പോഴും ആശുപത്രി ചികിത്സയിലുള്ളവർ, വേദനയോട് മല്ലിടുന്നവർ, കർത്താവിൻ്റെ പീഡാനുഭവ ശക്തിയാൽ ഞാൻ അവരെ ഈശോനാമത്തിൽ സൗഖ്യത്തിലേക്ക് വരുന്നതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊഴിൽമാർഗങ്ങൾ പ്രതിസന്ധിയിലായപ്പോരെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണിയായ അമ്മമാർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, അവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈ പൗരോഹിത്യത്തിൻ്റെ ഇതൊക്കെയുള്ള ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ് ഇത് ചെയ്ത്. അനേകം മക്കൾ അങ്ങയുടെ സുവിശേഷ വേല ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയ സാമ്പത്തിക ബാധ്യതകൾ, ജപ്തി നടപടികൾ, അതിന് പരിഹാരമുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മേൽ കർത്താവെ നിന്റെ കരുണ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കുടുംബകലഹങ്ങൾ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പോലീസ് കേസുകളും കോടതി കേസുകളും കർത്താവിൻ്റെ നാമത്തിൽ നീതിപൂർവ്വം വിധിക്കപ്പെടുകയും സമാധാനം അന്വേഷിക്കുന്നവർക്ക് അതിലൂടെ സമാധാനം സംരംഭമാക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമം നിങ്ങളെ ആസ്വദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആസ്വദിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കാമാകാൻ വേണ്ടി പരിശുദ്ധ ദേവമാത അനയിപ്പിക്കുന്നു.